നമ്മളുടെ വയസ്സായ ആളുകളിലൊക്കെ മൂത്രം അനിയന്ത്രിതമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വഴിയിൽ വെച്ചിട്ട് മൂത്രം പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൂത്രം പോകുമ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുക, മൂത്രക്കടച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരിക, അതുപോലെ തന്നെ ബ്ലഡ് അതിലൂടെ വരാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളൊക്കെ സമയത്താണ് ഇതൊരു പ്രശ്നക്കാരനാവുന്നതും ചികിത്സയിലേക്ക് പോവേണ്ടി വരികയും ചെയ്യുന്നത്. ഈ സംഗതിയുടെ വലിപ്പം കൂടി എന്നുള്ളത് വല്ലാതെ പേടിക്കണ്ട. അത് നമ്മളുടെ ശരീരത്തിൽ സിംറ്റമാറ്റിക് ആയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്ലിയർ ആക്കാനും ഈ ഗ്രന്ഥിയുടെ തടിപ്പ് കുറയാനും ആയിട്ടുള്ള ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോ വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ വയസ്സായ ആളുകളിലൊക്കെ മൂത്രം അനിയന്ത്രിതമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വഴിയിൽ വെച്ചിട്ട് മൂത്രം പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്നും കുടിച്ചിട്ടില്ലെങ്കിലും രാത്രിയിൽ പല പ്രാവശ്യം എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ പോലും മൂത്രം പോയിട്ടില്ല, മൂത്രം പൊഴിച്ചത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല, ഇനിയും അവിടെ ഉണ്ട് എന്നുള്ള തോന്നലുള്ളവരുണ്ടാവും. വയസ്സായി വരുമ്പോഴേക്ക് ആളുകൾക്ക് മൂത്രം പോവാനുള്ള പ്രയാസം, മൂത്രത്തിനൊരു തള്ളൽ കിട്ടുന്നില്ല, മൂത്രസഞ്ചി നിറഞ്ഞാലും അറിയുന്നില്ല എന്നുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഡോക്ടർ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് എന്ന് പറയുന്നത്. പല രോഗികളും ഒരു സ്കാൻ എടുത്ത് വരുമ്പോഴായിരിക്കും ഇതറിയുന്നത്. പലപ്പോഴും മൂത്രം പോകുമ്പോൾ ഷുഗർ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ സ്കാൻ ചെയ്ത് വരുമ്പോഴായിരിക്കും ഡോക്ടറെ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറയുന്നത്. അതെ, 45 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സായിട്ടുള്ള ആണുങ്ങളിൽ വരുന്ന ഒരു രോഗമാണ് BHP, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്നുള്ളതെല്ലാം. നമുക്കതിനെപ്പറ്റി ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അനിയന്ത്രിതമായ മൂത്രവാർച്ച, ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന മൂത്രവാർച്ച, മൂത്രം പോവാനുള്ള പ്രയാസം, മൂത്രം മുഴുവൻ പോയിട്ടില്ല എന്നുള്ള തോന്നൽ, രാത്രിയിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിക്കുക, മൂത്രം പിടിച്ചു വെക്കാൻ കഴിയാത്ത അവസ്ഥ, അപൂർവമായിട്ടെങ്കിലും മൂത്രം പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം കാണുക, വേദനയോ പ്രയാസമോ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവുമ്പോഴാണ് സാധാരണ രീതിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് നമ്മൾ സംശയിക്കുന്നത്. എന്നാൽ ഷുഗറുള്ള ആളുകളിലും മൂത്രക്കടച്ചിലുള്ള ആളുകളിലൊക്കെ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലൊന്ന് വരുമ്പോൾ ആളുകൾ ആദ്യം ഷുഗറും മൂത്രക്കടച്ചിലും നോക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതൊന്നും ഇല്ലാതെയാവുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു രോഗം കേൾക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു വീക്കം കാരണം നമ്മളുടെ മൂത്രനാളിക്ക് ചെറിയ ബ്ലോക്ക് വന്ന് മൂത്രം പോകുന്നത് പ്രയാസം വരികയും അതിലൂടെ ബ്ലാഡറിൽ മൂത്രം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നും ഇതെങ്ങനെയാണ് മൂത്രനാളിനെ ബ്ലോക്ക് ചെയ്യുന്നതുമെന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. പുരുഷന്മാരിലെ ശുക്ലോത്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. സാധാരണ ചെറിയ കുട്ടികളിൽ ഇത് പ്രവർത്തനക്ഷമമാവില്ല. വയസ്സാവുന്നതിനനുസരിച്ച് ഇത് പ്രവർത്തിച്ചു തുടങ്ങുകയും ഒരു 40-45 വയസ്സ് കഴിഞ്ഞ് ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൻ്റെ അവസാന ഭാഗമൊക്കെ ആവുമ്പോൾ അവ ചെറുതായിട്ട് വീങ്ങി വരികയും ചെയ്യും. ഇത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചിയുടെ താഴെ മൂത്രനാളിക്ക് ചുറ്റുമായിട്ടാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ നിൽക്കുന്നത് മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവൻ വീങ്ങിയിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വരികയാണെങ്കിൽ ഈ മൂത്രനാളിയിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ ബ്ലോക്ക് ആവുന്നതാണ് ഇവിടെ പ്രശ്നമാവുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മൾ വയസ്സായി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ പല്ലുകൾ കൊഴിയുന്നത് പോലെ, മുടി ഒന്ന് നരക്കുന്നത് പോലെ ഉണ്ടാവുന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരിക എന്നുള്ളത്. അത് ഒറ്റയടിക്ക് പേടിച്ച് വലിയ വലുപ്പമൊന്നും ഇല്ലെങ്കിൽ ക്യാൻസർ ആവുമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരുമോ എന്ന് കരുതിയിട്ട് പേടിക്കേണ്ടതില്ല. പക്ഷേ ഇവൻ പ്രശ്നമാക്കുന്നത് ഇങ്ങനെ ഇവൻ വലുതാവുകയും അങ്ങനെ തടിച്ചു വന്ന് കുറച്ച് തടിപ്പുകളൊക്കെ ഒന്നിച്ച് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾ ഉള്ളിലേക്ക് തടിച്ച് വന്ന് അതിൻ്റെ നടുവിലൂടെ പോകുന്ന മൂത്രനാളിയെ ബ്ലോക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂത്രം പോവാൻ പ്രയാസം ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവുക, മൂത്രം പോയത് മതിയാവാതിരിക്കുക, ഒരു കൊഴുത്തെന്തോ വരുന്ന പോലെ തോന്നുക, അതുപോലെ തന്നെ മൂത്രം പോകുമ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുക, മൂത്രക്കടച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരിക, അതുപോലെ തന്നെ ബ്ലഡ് അതിലൂടെ വരാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളൊക്കെ സമയത്താണ് ഇതൊരു പ്രശ്നക്കാരനാവുന്നതും ചികിത്സയിലേക്ക് പോവേണ്ടി വരികയും ചെയ്യുന്നത്.
പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കുണ്ടോ എന്നറിയാൻ സാധാ മൂത്ര രക്തപരിശോധന മുതൽ വലിയ സ്കാനിങ്ങും അതുപോലെ തന്നെയുള്ള മെത്തേഡുകളൊക്കെ അവൈലബിൾ ആണ്. ആദ്യം ചെയ്യുന്നത് ഒന്ന് മൂത്രം പരിശോധിക്കും, അതുപോലെ തന്നെ ബ്ലഡ് റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്യും. ബ്ലഡിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാധാ മൂത്രക്കടച്ചിൽ കൊണ്ടാണോ, ഷുഗർ കൊണ്ടാണോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ വെരിഫൈ ചെയ്യും. അതിനുശേഷം വയറിൻ്റെയും മൂത്രസഞ്ചിയുടെയും പ്രോസ്റ്റേറ്റിൻ്റെയും ഒക്കെ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വിശദമായിട്ട് അറിയാൻ കഴിയും. ഇത് 2 ഘട്ടമായിട്ടാണ് എടുക്കുക. ഒന്ന് വെള്ളം കുടിച്ച് മൂത്രസഞ്ചി നിറഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം എടുക്കും, എന്നിട്ട് പോയി മൂത്രമൊഴിച്ച് വരാൻ പറഞ്ഞിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്യും. അപ്പോൾ എത്രത്തോളം മൂത്രം ബാക്കിയാവുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അവിടെ എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കും. ഈ സ്കാൻ എടുക്കുമ്പോൾ എൻ്റെ സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴും തെറ്റ് വരുന്ന ഒരു സംഗതിയാണ്. മൂത്രം നിറക്കാൻ വേണ്ടിയിട്ട് ഒന്നാകെ പോയിട്ട് വെള്ളം കുടിക്കും. നമ്മൾ പെട്ടെന്ന് സ്കാനിങ് സെൻറ്റർ ചെല്ലും, ഡോക്ടർ പോവുകയാണ്, എന്നാൽ വേഗം വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നാകെ വെള്ളം കുടിച്ച് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ എടുക്കും. കുറച്ച് നേരം കഴിഞ്ഞ് മൂത്രമൊഴിച്ചിട്ട് വീണ്ടും വന്ന് സ്കാൻ എടുക്കും. മനസ്സിലാക്കുക, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മുഴുവൻ മൂത്രവും പുറത്ത് വരില്ല. രോഗമില്ലാത്ത ആളുടെ കേസിൽ പോലും അവിടെ മൂത്രം ബാക്കിയായിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് തെറ്റും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു 400-500 മില്ലി വെള്ളം കുടിക്കുക, അങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ മൂത്രസഞ്ചി നാച്ചുറലായിട്ട് നിറച്ച് മൂത്രമൊഴിപ്പിക്കാൻ മുട്ടിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ 10 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിച്ചിട്ട് പെട്ടെന്ന് മൂത്രമൊഴിപ്പിക്കാൻ മുട്ടിയിട്ട് വയറ് വേഗം നിറച്ച് സ്കാൻ ചെയ്യിക്കുക അല്ല ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അതുപോലെ തന്നെ നമ്മളുടെ മൂത്രത്തിൻ്റെ ഫ്ലോ ഒക്കെ അറിയാനുള്ള ഒരു വേറെ ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി ടെസ്റ്റ്. ഇതിൽ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരു മെഷീനിലേക്ക് മൂത്രമൊഴിക്കും, എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ പവർ, ഇത് എത്രത്തോളം ഒഴിയുന്നുണ്ട്, എത്രത്തോളം പോരുന്നുണ്ട് നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകളിലേക്ക് ഒരു ചെറിയ സിസ്റ്റോസ്കോപ്പി, ബ്ലാഡറിലേക്ക് ചെറിയ ക്യാമറ കടത്തി വിട്ടിട്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അറിയാനുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ്. ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ പലപ്പോഴും 3 രൂപത്തിലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഒന്ന് മൈൽഡ്, ഒന്ന് മോഡറേറ്റ്, ഒന്ന് സിവിയർ. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നിങ്ങളുടെ ശരീരത്തിൽ 3 തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഒന്ന് ചെറിയ രൂപത്തിൽ, വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ഇടയ്ക്ക് മൂത്രം പോവുക, ചില സമയങ്ങളിൽ മാത്രം ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുക, മൂത്രം ചെറിയ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാവതാവുക, ഒരു 2 പ്രാവശ്യം രാത്രി മൂത്രമൊഴിച്ചതിനാൽ 1, 3 ഒക്കെ ആയിട്ട് മൂത്രമൊഴിക്കുക. ഇത്തരത്തിൽ ചെറിയ രൂപത്തിലുള്ള സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ ജീവിതശൈലിയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. കോളകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, മസാലകൾ ഇതൊക്കെ ഒഴിവാക്കുക. കറക്റ്റായിട്ട് 2 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഒന്നാകെ വെള്ളം കുടിക്കുന്നതിന് പകരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കുക, അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് 4 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതിന് പകരം ഓരോ 2 മണിക്കൂറിലും മൂത്രമൊഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് കുടിക്കുകയും ചെയ്യുക. കൂടാതെ നന്നായിട്ട് ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. മസാലകൾ അടങ്ങിയിട്ടുള്ള, മൈദയൊക്കെ അടങ്ങിയിട്ടുള്ള, മൂത്രം ടൈറ്റ് ആവുന്ന, വെള്ളം വലിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ മൂത്രം പിടിച്ചു നിൽക്കാതിരിക്കുക. രാത്രി കൃത്യമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് പോയിട്ട് മൂത്രമൊഴിക്കുക. ഇത്തരത്തിൽ നമ്മളുടെ ജീവിതശൈലി ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈൽഡ് അല്ലെങ്കിൽ സാധാരണ വളരെ ആപേക്ഷികമായിട്ട് പ്രശ്നം കുറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് പരമാവധി ആളുകളെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെടുത്ത് ഈ റിപ്പോർട്ടും കൊണ്ടിട്ട് 50 വയസ്സുള്ള 55 വയസ്സുള്ള അച്ഛന്മാരൊക്കെ വരുമ്പോൾ ആകെ പേടിച്ചിട്ടുണ്ടാവും. ഡോക്ടറെ, എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇത് ക്യാൻസർ ആണോ എന്നാണ് മിക്ക ആളുകൾക്കും അറിയേണ്ടത്. എന്നാൽ മനസ്സിലാക്കുക, ഇത് 2ാമത്തെ സ്റ്റേജും അതുപോലെ തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും. ഇത് ക്യാൻസറിലേക്കൊന്നും എത്തിയിട്ടില്ല. സൂക്ഷിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലും വെള്ളം കുടിയിലും ജീവിതശൈലിയിലും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ മരുന്നുകളിലൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ക്യാൻസറുകളിലേക്കൊന്നും പോവാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാകും. ഈ സംഗതിയുടെ വലിപ്പം കൂടി എന്നുള്ളത് വല്ലാതെ പേടിക്കണ്ട. അത് നമ്മളുടെ ശരീരത്തിൽ സിംറ്റമാറ്റിക് ആയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്ലിയർ ആക്കാനും ഈ ഗ്രന്ഥിയുടെ തടിപ്പ് കുറയാനും ആയിട്ടുള്ള ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോ വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ ശാരീരികവും മാനസികവും ജീവിത സാഹചര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് എങ്ങനെയാണ് ഇത് വന്നത്,
ഇത് മൂത്രക്കടച്ചിൽ കൂടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കൂടി ഇല്ലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് ഇത് വന്നു, മറ്റ് രോഗങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യുകയും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗിയുടെ റെപ്പർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മരുന്ന് നിർണ്ണയം നടത്തി രോഗിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്ന് കൊടുത്ത് രോഗിയുടെ പ്രതിരോധ ശക്തി കൂട്ടി ശരീരം കൊണ്ട് തന്നെ അസുഖം മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും വയസ്സായ ആളുകൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇനിയും മരുന്ന് കുടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു 3 മുതൽ 6 മാസത്തെ മരുന്ന് കുടിയിലൂടെ തന്നെ നിയന്ത്രിച്ച് വരുതിയിലാക്കി ഓപ്പറേഷനൊക്കെ ഒഴിവാക്കാൻ സഹായകരാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം സിംറ്റംസ് കാണുമ്പോഴേക്ക് ഒറ്റയടിക്ക് പേടിച്ചിട്ട് ഇത് ക്യാൻസർ ആണോ അതല്ലെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ആണോ എന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട. പലപ്പോഴും ഇത് ചെറിയ ഒരു തരത്തിലുള്ള മൂത്രക്കടച്ചിലിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുടേതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം വരികയോ മൂത്രം പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുകയോ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നുകയോ രാത്രിയിലൊക്കെ കൂടുതൽ പ്രാവശ്യം ഉറക്കത്തുനിന്ന് എണീക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രോഗത്തെ ഒന്ന് സംശയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ സംശയ ദൂരീകരണത്തിന് ഇന്നത്തെ വീഡിയോക്കായി എന്ന് കരുതുന്നു. സ്നേഹപൂർവ്വം ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.